നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. VS അച്യുതാനന്ദന്റെ മത്സരക്കാര്യത്തിൽ CPM-ൽ അനിശ്ചിതത്വം. ജനവിശ്വാസം ആർജിക്കാൻ VS ഇറങ്ങണമെന്ന് സീതാറാം യെച്ചൂരി. പ്രായാധിക്യം പരിഗണിക്കണമെന്നൊരു വിഭാഗം. ചൊവ്വാഴ്ച അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ്. JNU കേസിൽ ദില്ലി പോലീസിനെ പിടിച്ചുലച്ച റിപ്പോർട്ടർ വാർത്ത. കനയ്യകുമാറിന്റെ മൊഴിക്ക് വിശദീകരണം നൽകാതെ പോലീസ് മേധാവി. ജയിലിനുള്ളിൽ കനയ്യയുടെ സുരക്ഷ കൂട്ടി. കേരളത്തിന്റെ സഹിഷ്ണുത രാജ്യത്തിന് മാതൃകയെന്ന് രാഷ്ട്രപതി. സംവിധായകൻ രാജേഷ് പിള്ളയ്ക്ക് കലാകേരളത്തിന്റെ ആദരാഞ്ജലി. സംസ്കാരം നാളെ രവിപുരം പൊതുശ്മശാനത്തിൽ. വിടവാങ്ങിയത് മലയാള സിനിമയിലെ നവധാരയ്ക്ക് കരുത്തു പകർന്ന കലാകാരൻ. നഗരത്തിനു മുകളിലൂടെ കൊച്ചി മെട്രോ ആദ്യ പരീക്ഷണ ഓട്ടം നടത്തി. പ്രഥമ യാത്ര മുട്ടം മുതൽ കളമശ്ശേരി വരെ. കോഴിക്കോട് തിരുവനന്തപുരം മെട്രോകളുടെ നടപടികൾ മാർച്ചിൽ തുടങ്ങുമെന്ന് ഇ ശ്രീധരൻ. കേരളത്തെ രാഷ്ട്രപതി ഡിജിറ്റൽ സ്റ്റേറ്റായി പ്രഖ്യാപിച്ചു. കാലാവധി കഴിയുന്ന ചീഫ് സെക്രട്ടറി ജിജി തോംസണ് പുതിയ പദവി. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിക്കും. അഴിമതി കൂട്ടുന്നതിനുള്ള സർക്കാരിന്റെ പ്രത്യുപകാരമെന്ന് പ്രതിപക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ മത്സരിക്കുന്നതിനെ ചൊല്ലി CPM-ൽ ആശയക്കുഴപ്പം. VS മത്സരിക്കണമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാവാണ് VS എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി VS-ന്റെ മത്സരത്തെ ചില നേതാക്കൾ എതിർത്തതായി സൂചനയുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിയന്തര യോഗം വിളിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ ദില്ലിയിലെ AKG ഭവനിൽ ഇന്ന് ചേർന്ന യോഗം 2 മണിക്കൂർ നീണ്ടുനിന്നു. സീതാറാം യെച്ചൂരിക്ക് പുറമെ പ്രകാശ് കരാട്ട്, S രാമചന്ദ്രൻപിള്ള, AK പത്മനാഭൻ, ഹനൻമുള്ള, MA ബേബി എന്നിവരാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തിയത്. VS-ന്റെയും പിണറായിയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രാഥമിക ചർച്ച യോഗത്തിലുണ്ടായി. 90 വയസ്സ് കഴിഞ്ഞ VS-നെ മത്സരിപ്പിക്കുന്നതിൽ യോഗത്തിൽ പങ്കെടുത്ത ചില നേതാക്കൾ വിയോജിപ്പ് അറിയിച്ചു. എന്നാൽ ജനപിന്തുണയുള്ള VS-നെ മത്സരിപ്പിക്കണമെന്ന നിലപാട് സീതാറാം യെച്ചൂരി സ്വീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ ഉയർന്ന പ്രായപരിധി ഏർപ്പെടുത്തണമോ എന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിരീകരിച്ചു. അതൊക്കെ ഈ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. മാർച്ച് 1, 2 തീയതികളിൽ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതി യോഗങ്ങളിൽ സീതാറാം യെച്ചൂരി, S രാമചന്ദ്രൻപിള്ള, MA ബേബി എന്നിവർ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം ചില സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ VS മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമോ എന്ന ആശങ്ക ചില കേന്ദ്ര നേതാക്കൾക്കുണ്ട്. VS മത്സരിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ സാധ്യതകൾക്ക് അത് മങ്ങലേൽക്കുമെന്ന ആശങ്കയും ഈ നേതാക്കൾ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും VS അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വമാണ് CPM-ൽ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നത്. ഇത്തവണയും VS-ന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറാമാൻ മണി S അടൂരിനൊപ്പം B ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. NM പിയേഴ്സൺ, ഉമേഷ് ബാബു, NP ചേക്കുട്ടി, MM ലോറൻസ്, B ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ MM ലോറൻസ്, VS അച്യുതാനന്ദൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടാകുമോ? അതെ, VS അച്യുതാനന്ദൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് എനിക്കറിയില്ല. VS അച്യുതാനന്ദൻ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാവല്ലേ? VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒന്നിച്ച് മത്സരിക്കുന്നതാകില്ലേ തെരഞ്ഞെടുപ്പിൽ CPM-ന് LDF-ന് കൂടുതൽ ഗുണം ചെയ്യുക? ശരിക്കും തിരിയുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാം. VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാകില്ലേ CPM-നും LDF-നും ഗുണം ചെയ്യുക? VS അച്യുതാനന്ദൻ ജനങ്ങളെ ആകർഷിക്കുന്ന നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒന്നിച്ച് മത്സരിക്കട്ടെ, വേറിട്ട് മത്സരിക്കട്ടെ. എങ്ങനെയായാലും വിരോധമില്ല. ഈ പ്രായം 90 കവിഞ്ഞവർ മത്സരിക്കുന്നത് ശരിയാണോ? പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ CPIM കേന്ദ്ര കമ്മിറ്റി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാന സമിതിയിൽ നിന്ന് താങ്കൾ മാറാനും സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി മാത്രം അവിടേക്ക് ചെല്ലാനും കാരണം
അങ്ങനെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് പ്രായപരിധി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ സംഘടനാ രംഗത്ത് മാത്രം മതിയോ പ്രായപരിധി? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അങ്ങനെ ഒരു സംവിധാനം പാർട്ടിയിൽ ഉണ്ടാകേണ്ടതല്ലേ? നമ്മുടെ ഈ വക കാര്യങ്ങൾ എന്നോട് ചോദിക്കുക. ഈ വക കാര്യങ്ങളെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ആ തീരുമാനം ഞാൻ അംഗീകരിക്കും. എനിക്കതിനെപ്പറ്റി പ്രത്യേകമായിട്ട് അഭിപ്രായമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട വിഷയം VS അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കമായിരുന്നു. കഴിഞ്ഞ തവണ 2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ഈ തർക്കം കാരണം ഭരണം കൈവിട്ടു. അതിനു മുമ്പ് VS അച്യുതാനന്ദൻ്റെ കൂടി പ്രഭാവത്തിൽ വലിയ തോതിൽ ഭരണം പിടിക്കാനുമായി. ഇത്തവണ അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്നത് പാർട്ടി താല്പര്യമായിരിക്കില്ല സ്വാഭാവികമായും. അതുകൊണ്ട് അങ്ങനെ ഒരു തർക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് നടപടികളാണ് പാർട്ടി എടുക്കാൻ പോകുന്നത്? നമ്മളിപ്പോൾ തർക്കം ആ രൂപത്തിൽ വലിയ തർക്കമൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ആ ചോദ്യം തന്നെ ഉത്ഭവിക്കുന്നില്ല. തർക്കം ഉണ്ടെങ്കിലേ ഈ ചോദ്യം ഉത്ഭവിക്കുന്നുള്ളൂ. ഇപ്പോൾ കാര്യമായ തർക്കം ആ രൂപത്തിൽ തർക്കമൊന്നുമില്ല. അതെല്ലാം കെട്ടടങ്ങി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. SNC ലാവലിൻ കേസ് ഇനി 2 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹൈക്കോടതി പരിഗണിക്കുന്നുള്ളൂ. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് നടപടികളെല്ലാം പൂർത്തിയാകും. അങ്ങനെ വരികിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസും നിലനിൽക്കുന്നില്ല. അദ്ദേഹം സ്വാഭാവികമായും പാർട്ടി സംഘടനാ ചുമതല ഒഴിഞ്ഞതുകൊണ്ട് പാർലമെൻ്ററി രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പിണറായി വിജയൻ ഉണ്ട് എങ്കിൽ അദ്ദേഹം ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് വാർത്താമാധ്യമങ്ങൾ ആ നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളപ്പോൾ അതോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ തലയെടുപ്പോ ഉള്ള മറ്റൊരാൾ മത്സരിക്കേണ്ടതുണ്ടോ? ഒന്നാമത് ഈ ഇന്ന ആൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഉയർത്തി കാണിച്ചിട്ടുള്ള ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും സ്വീകരിക്കാറില്ല. കോൺഗ്രസ് പോലും സ്വീകരിക്കുന്നില്ലെന്ന് നില വ്യക്തമാക്കിയിട്ടുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ചെയ്യാറില്ല. അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ യുക്തമായ തീരുമാനം കൈക്കൊള്ളും, അത്രേ ഉള്ളൂ. അത് ഇപ്പോഴും തന്നെ ഇന്ന ആളായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചൂണ്ടിക്കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ആ ചോദ്യം ഉത്ഭവിക്കുന്നില്ല എന്നർത്ഥം. ദയവായി തുടരുക. ശ്രീ NM പിയേഴ്സൺ, ഇന്നത്തെ സാഹചര്യത്തിൽ VS അച്യുതാനന്ദൻ മത്സരിക്കുമെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? 93 വയസ്സായിരിക്കുന്നു VS അച്യുതാനന്ദന്. ഈ നിയമസഭയുടെ ടേം, അതായത് പുതുതായി നിലവിൽ വരാൻ പോകുന്ന നിയമസഭയുടെ ടേം അവസാനിക്കുമ്പോൾ VS അച്യുതാനന്ദന് 98 വയസ്സാകും. അങ്ങനെയുള്ള നിയമസഭയിലേക്ക് VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ടതുണ്ടോ? അത് CPMൻ്റെ ഒരു താല്പര്യമാണ് VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ടത് എന്ന വിശ്വാസം പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ വെച്ച് പുലർത്തുന്നു. പഴയതുപോലെ VS അച്യുതാനന്ദൻ മത്സരിക്കരുത് എന്ന് പിണറായി വിജയൻ പക്ഷക്കാർ പോലും കരുതുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും പിണറായി വിജയൻ പക്ഷക്കാർ പോലും കരുതുന്നില്ല. VS അച്യുതാനന്ദൻ കൂടെ മത്സരിക്കട്ടെ എന്നാണ് അവരിൽ പലരുടെയും നിലപാടെന്നാണ് സ്വാഭാവികമായും നമുക്കറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിൽ ആ നിലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ മത്സരിക്കാനാണോ സാധ്യത? അല്ല, ഈ തെരഞ്ഞെടുപ്പിലെ ഒരു നാച്ചുറൽ ചോയ്സ് എന്ന നിലയ്ക്ക് പൊതുവെ പരിഗണിക്കപ്പെടുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷ വിജയത്തിന് എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കാനും അത് വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാനും തീർച്ചയായിട്ടും VSന്റെ സ്ഥാനാർത്ഥിത്വം സഹായകരമാണ് എങ്കിൽ പാർട്ടി അത് ഉപയോഗിക്കുന്നത് തന്നെയല്ലേ നല്ലത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചു പിടിക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമായി VS നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്നതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ലത്. ഇപ്പം നാച്ചുറൽ ചോയ്സ് പിണറായി വിജയൻ ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ കുറേയും കൂടി മെച്ചപ്പെടുത്തി മാറ്റിയെടുക്കാനായിട്ട് VSന്റെ ജനകീയതയും ആ സാധ്യതയും ഉപയോഗിക്കുന്നതായിരിക്കും ഇടതുപക്ഷത്തിന് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ NM പിയേഴ്സൺ, ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രി പദവിയുള്ളൂ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പദവിയുള്ളൂ. രണ്ട് കൂട്ടി നമ്മൾ പറയുകയാണെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവ് പദവിയുള്ളൂ. പണ്ട് EK നായനാരും
വി എസ് അച്യുതാനന്ദനും ഒരേ സമയം നിയമസഭയിൽ നിന്നപ്പോൾ മുമ്പിലിരുന്നാൽ പോരാ, വിവരം വേണം എന്ന് ഇ കെ നായനാർ പറഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കില്ലേ? മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നിൽക്കുകയാണെങ്കിൽ MLA ആയി നിയമസഭയിൽ വി എസ് അച്യുതാനന്ദൻ ഉണ്ടെങ്കിൽ അതിനെ അപകടപ്പെടുത്തുക എന്ന നില അദ്ദേഹം സ്വീകരിക്കാനിടയുണ്ട്. പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനിടയുണ്ട്. മുമ്പിലിരുന്നാൽ പോരാ, വിവരം വേണം എന്ന് പറയുന്നത് ഇ കെ നായനാരായിരുന്നുവെങ്കിൽ മറ്റൊരു വിധത്തിലായിരിക്കും വി എസ് അച്യുതാനന്ദൻ്റെ പ്രതികരണം. വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ചെയ്ത് ശീലമുള്ള ആൾ കൂടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും അതെല്ലാം സംഭവിക്കുക. അതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് ഞാൻ മുൻകാലങ്ങളിൽ പല ചർച്ചകളിലും പറഞ്ഞിട്ട് ഉള്ളതുപോലെ VS-ഉം അതേപോലെ തന്നെ പിണറായി വിജയനും മത്സരിക്കുകയും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുറച്ചു കാലത്തേക്ക് ഒരു ചെറിയ പീരീഡ് VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ അനുവദിക്കുകയും അതിൻ്റെ തുടർച്ചയെന്ന മൂലം ബംഗാളിൽ ജ്യോതിബാസുവിൻ്റെ പിന്നാലെ ഭട്ടാചാര്യ വരുന്നത് പോലെ ഇവിടെയും അത്തരത്തിലുള്ള ഒരു അധികാര കൈമാറ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെങ്കിൽ അത് പരീക്ഷിക്കാവുന്നത് തന്നെയാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? 93 വയസ്സുള്ള വി എസ് അച്യുതാനന്ദൻ ആദ്യത്തെ കുറച്ചു കാലം മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിർദ്ദേശം ശ്രീ NM Pearsone പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്നു. കേരളത്തെ പോലൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രായം 93 ആകാൻ പാടുണ്ടോ? എനിക്ക് പിയേഴ്സന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം പാർട്ടി ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ ഒരു പുതിയ ലീഡർഷിപ്പിലേക്ക് മാറേണ്ട സമയമായിരിക്കുന്നു. VS-നോട് പിണറായി വിജയന്റെ ലീഡർഷിപ്പിൽ 2001, 2006 പാർട്ടി ചെയ്തത് വളരെ ഹീനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നിലയ്ക്കും ഒരു പാർട്ടിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത VS അച്യുതാനന്ദന്റെ വ്യക്തിഗതമായിട്ട് അവർ വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ ആ വേട്ട ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. നമ്മളത് മറക്കേണ്ട സമയമായി. VS-നെ പോലെ ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ പുതിയൊരു ലീഡർഷിപ്പിലേക്ക് പാർട്ടി പോകണം. പിണറായി വിജയൻ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ VS അച്യുതാനന്ദനെ പോലെ 93 വയസ്സായ ഒരാളെ അധികാരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിലില്ല. കേരള മലയാളികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം, കേരളീയ സമൂഹത്തെക്കുറിച്ച് ആലോചിക്കണം, ഭാവി തലമുറയെക്കുറിച്ച് ആലോചിക്കണം. അപ്പം ആ നിലയ്ക്ക് VS-നെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരവേലയുടെ മുമ്പിൽ അദ്ദേഹം നിർത്തുകയും പുതിയൊരു ലീഡർഷിപ്പിലേക്ക് പോവുകയുമാണ് വേണ്ടത്. അത് പിണറായി വിജയൻ VS-ന് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ആലോചിക്കണം. എന്നല്ലാതെ VS വീണ്ടും പിന്നെ ഈ 98-ാം വയസ്സിൽ അധികാരം കൈയാളുക എന്നുള്ളത് ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ കഴിയില്ല. അത് ശരിയുമല്ല. ശ്രീ B. ഉണ്ണികൃഷ്ണൻ, കഴിഞ്ഞ തവണത്തെ പോലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ, നമുക്കറിയാം കഴിഞ്ഞ തവണ ഏപ്രിൽ 13-നായിരുന്നു. അങ്ങനെയാണെങ്കിൽ 29-നോ അതായത് മറ്റന്നാളോ അതിൻ്റെ അപ്പുറത്തെ ദിവസമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വേണ്ടിവരും. നോട്ടിഫിക്കേഷൻ ഡേറ്റ് മുതൽ 26 ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണഗതിയിൽ നിയമപരമായി തന്നെ ആവശ്യപ്പെടുന്നത്. 10 ദിവസം മുമ്പാണ് അനൗൺസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആകെ 36 ദിവസം. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ ആണെങ്കിൽ ഈ ആഴ്ച തന്നെ അല്ല, വരാനിരിക്കുന്ന ആഴ്ച തന്നെ പ്രഖ്യാപനം ആവശ്യമായി വരും. ഏപ്രിൽ അവസാന വാരമാകാനാണ് സാധ്യത. കാരണം 13-ാം തീയതി എന്ന് പറയുമ്പോൾ 14-ാം തീയതിയും 15-ാം തീയതിയും കേരളത്തിൽ വിഷുവാണ്, മറ്റ് സ്ഥലങ്ങളിൽ ബിഹു അടക്കമുള്ള ഫെസ്റ്റിവലുകൾ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഏപ്രിൽ അവസാന വാരം തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യതയെങ്കിൽ ഏതാണ്ട് മാർച്ച് 10-ാം തീയതിയും 15-ാം തീയതിക്കും ഉള്ളിൽ ഈ കാര്യങ്ങളിൽ തീർപ്പ് വേണം. അതിനുള്ളിൽ CPM-ന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ അവർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിന് പരിഹാരമുണ്ടാക്കി ഒരുമയോടുകൂടി തെരഞ്ഞെടുപ്പിനിറങ്ങുന്നു എന്ന ചിത്രം ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കഴിയുമോ? കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം മുൻ തിരഞ്ഞെടുപ്പുകളെ പോലെ അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും CPM രാഷ്ട്രീയവും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്ര അവിടെ വടക്ക് നിന്ന് തെക്കോട്ട് ഉണ്ടായിരുന്നു. അന്ന് ആ യാത്രയിൽ ഉടനീളം ശ്രീ VS അച്യുതാനന്ദൻ സ്വീകരിച്ചൊരു നിലപാട് നമുക്കറിയാം. ഇപ്പോൾ നവകേരള യാത്ര നടക്കുന്ന വേളയിൽ VS എടുത്തൊരു നിലപാടും നമുക്കറിയാം. അപ്പോൾ ഇവിടെ മുമ്പ് ശ്രീ ചേക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു വൈര്യനിരാധന ബുദ്ധിയോ വിഭാഗീയതയോ ശമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയിൽ കുറേ കൂടി ഹാർമണി നിലനിൽക്കുന്നുണ്ട്. പിന്നെ ശ്രീ VS അച്യുതാനന്ദൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്.
അദ്ദേഹത്തിന് ഇന്ന് നമ്മുടെ വർത്തമാന രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് നന്നായി തിരിച്ചറിയാൻ കെൽപ്പുള്ള ആളാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനത്തിൻ്റെ അവസാന നാൾ വരെയും വർഗീയ ഫാഷിസത്തിനെതിരെ വർഗീയതയുടെ കടന്നുകയറ്റത്തിനെതിരെ ധീരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സഖാവായി തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളം അതിൻ്റെ നവോത്ഥാന മൂല്യങ്ങളോടുകൂടി അതിൻ്റെ സെക്യുലർ പെരുമയോടുകൂടി നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആവശ്യം ഇടതുപക്ഷ ഐക്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ സുനിശ്ചിതമായ വിജയമാണ്. ആ വിജയത്തെ തടസ്സം നിൽക്കുന്നത് ഒന്നും ശ്രീ VS അച്യുതാനന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. രഞ്ജി പണിക്കർ സംവിധായകൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ രഞ്ജി പണിക്കർ, UDFിൻ്റെ ആത്മവിശ്വാസം ഉമ്മൻചാണ്ടിയും പിണറായി വിജയനുമാണ് UDFിനും LDFിനും വേണ്ടി തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് എങ്കിൽ ആളുകൾ അവസാന നിമിഷം UDFിനൊപ്പമേ നിൽക്കൂ. പിണറായി വിജയൻ്റെ മുഖം തെരഞ്ഞെടുപ്പ് രംഗത്ത് CPMന് LDFിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഒപ്പം തന്നെ VS അച്യുതാനന്ദനെ കൂടി മത്സരിപ്പിക്കുന്നത് നന്നായിരിക്കും, ഒരാശയക്കുഴപ്പം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇട്ടുകൊടുക്കുന്നത് നന്നായിരിക്കും എന്ന ചിന്താഗതി CPMലെ പല നേതാക്കൾക്കുമുണ്ട്. പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നവർക്കും ആ ചിന്താഗതിയുണ്ട് എന്നാണ്. പക്ഷേ VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനൊപ്പം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗം പൂർത്തിയാകുമ്പോൾ പിണറായി വിജയൻ കക്ഷി നേതാവാവുകയും VS അച്യുതാനന്ദൻ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം, അതിനോട് VS അച്യുതാനന്ദൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള ആശയക്കുഴപ്പത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ VS അച്യുതാനന്ദൻ മത്സരിക്കുമോ, എന്തായിരിക്കും തൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട് എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തതയാണ് ഇപ്പോഴുള്ളത്. VS അച്യുതാനന്ദൻ ആ നിലയിൽ പിണറായി വിജയന് പിന്നിൽ നിൽക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ എനിക്ക് VS അച്യുതാനന്ദന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുക എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ഞാൻ ക്വാളിഫൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2006-ലും 2011-ലും ഒക്കെ നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഒരു 1-2 മാസങ്ങളിൽ CPMൽ ആര് നയിക്കും എന്നുള്ള പ്രശ്നം, VS അച്യുതാനന്ദന് സീറ്റുണ്ടോ ഇല്ലയോ എന്ന തർക്കം, അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലുണ്ടായ വലിയ ഊഹാപോഹങ്ങൾ, പിന്നെ അത് ഉണ്ടാക്കിയ ഒരു മൊമെന്റം, ഒടുവിൽ അത് VS അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ, പിന്നീട് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. VS അച്യുതാനന്ദൻ മത്സരിക്കില്ല എന്ന് പറയുന്നു. അദ്ദേഹം തന്നെ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചതായി വാർത്തകൾ ഉണ്ടാവുന്നു. പക്ഷെ പിന്നീട് പെട്ടെന്ന് നിലപാടുകൾ മാറുന്നു. VS മത്സരിക്കുന്നു, പ്രതിപക്ഷ നേതാവാകുന്നു. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഏതാനും ആഴ്ചകളിലും ദിവസങ്ങളിലും സംഭവിക്കുന്ന വലിയ നാടകീയമായ സംഭവവികാസങ്ങളാണ്. അപ്പൊ ഇത് VS അച്യുതാനന്ദൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ സർപ്രൈസുകൾ ഉണ്ടായിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് VS അച്യുതാനന്ദന്റെ ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കേരളത്തിൽ പൊതുവിൽ അങ്ങനെയുള്ള നിലപാട് VS അച്യുതാനന്ദൻ സ്വീകരിക്കാൻ ഇടയുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സമീപകാലത്തെ ചില സംഭവവികാസങ്ങൾ VS അച്യുതാനന്ദൻ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നു. SNC ലാവലിൻ കേസ് വീണ്ടും ഹൈക്കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ SNC ലാവലിൻ കേസിൽ പ്രതിയാകുന്ന പിണറായി വിജയനൊപ്പം മത്സരിക്കാൻ VS അച്യുതാനന്ദൻ തയ്യാറാകില്ലെന്നാണ് സൂചന എന്നൊരു ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ VS അച്യുതാനന്ദൻ തൊട്ടടുത്ത ദിവസം തന്നെ ആ വാർത്ത അവാസ്തവമാണ് എന്നും ഇപ്പോൾ ആ വിഷയം പ്രസക്തമല്ല എന്നും വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയുണ്ടായി. അതായത് പിണറായി വിജയൻ SNC ലാവലിൻ കേസിൽ വീണ്ടും പ്രതിയാവുകയാണ് എങ്കിൽ അപ്പോൾ പ്രസക്തമാകുമെന്ന രേഖപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. പക്ഷേ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് SNC ലാവലിൻ കേസ് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീർപ്പ് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സാധ്യത VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായിരിക്കുന്നു. ഇനിയിപ്പോൾ പിണറായി വിജയന് പിന്നിൽ നിൽക്കുന്ന വിധത്തിലൊരു തെരഞ്ഞെടുപ്പ് മത്സരം വേണമോ എന്നത് സംബന്ധിച്ചാണ് VS അച്യുതാനന്ദൻ തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനമെടുപ്പ് VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം വലിയ ആലോചനകൾക്ക് ശേഷമായിരിക്കും. മുമ്പ് 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ്, ഇതിനു മുമ്പ് 2011 മുമ്പ് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനോടും പിണറായി വിജയനോടും
പാർട്ടി പോളിറ്റ് ബ്യൂറോ ചോദിക്കുകയാണ് നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ എന്ന്. രണ്ടുപേരും പറയുന്നു മത്സരിക്കുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ കേരളത്തിലെത്തിയതിന് ശേഷം അന്ന് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റികളെ എല്ലാം ഉപയോഗിച്ച് പ്രമേയം പാസ്സാക്കുകയും പ്രകടനം നടത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വി എസ് അച്യുതാനന്ദൻ അക്കാര്യത്തിലൊരു വലിയ ആലോചന നടത്തുമെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും വ്യക്തമല്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടം, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വി എസ് അച്യുതാനന്ദൻ്റെ ആലോചനാ കാലഘട്ടമായി കാണണം. ആ ആലോചനാ കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ ഏത് പരിധി വരെയും ആലോചിക്കും എന്നും അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനം വെച്ച് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അത് CPM LDF കുഴപ്പത്തിലാക്കാനിടയുണ്ടോ? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDF കുഴപ്പത്തിലാക്കിയ നിലപാടുകളാണ് വി എസ് അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുണ്ടായ ഊഹാപോഹങ്ങളും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും. അപ്പോ അങ്ങനെ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് മുൻകാല അനുഭവങ്ങളെ നിർത്തി വിലയിരുത്തുകയാണെങ്കിൽ ബുദ്ധിയല്ല. CPM സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ബംഗാളിൽ ഒരിക്കലും അധികാരത്തിൽ അടുത്ത കാലത്തെങ്ങും വരാത്ത തരത്തിൽ ആ പാർട്ടി അവിടുത്തെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോവുകയും കോൺഗ്രസുമായി എന്തെങ്കിലും ഒരു ബാന്ധവത്തിലൂടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ കേരളമാണ് ആകെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലം. കേരളത്തിൽ സ്വാഭാവികമായും രാഷ്ട്രീയ സാഹചര്യം CPM അനുകൂലമാണ്, LDF അനുകൂലമാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വ വിഷയം എന്ന ഒരു വിവാദത്തിലേക്ക് പാർട്ടിയുടെ പ്രോസ്പെക്ട്സിനെ കൊണ്ടുപോകാതെ അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന കാര്യമാകണമെന്നില്ല. CPM സംബന്ധിച്ചോളം അതിൻ്റെ അകത്തൊരു വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവുകയുമില്ല. കഴിഞ്ഞ തവണയും ഒക്കെ പരീക്ഷിക്കാവുന്ന കാര്യമായിരുന്നു അതെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പോൾ വിവാദത്തിൽ നിന്ന് ഒഴിവായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടുകയും ഇപ്പൊ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് അച്യുതാനന്ദൻ ഇറങ്ങിപ്പോവുകയും പിന്നെ നാടകീയമായ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അപ്പോ അതിന്റെ ഒന്നും സാധ്യതകൾ തള്ളിക്കളയുന്നതിൽ അർത്ഥമില്ല. CPM സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംജാതമായിട്ടുള്ള ഇപ്പൊ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന്റെ യാത്രയിലൊന്നും എവിടെയും ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല. VS ഭാഗത്തു നിന്ന് പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ല. ലാവലിൻ സംഭവം വന്നപ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന പ്രസ്താവന അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. അപ്പൊ എവിടെയൊക്കെയോ ചില കോംപ്രമൈസുകൾ ഉണ്ടായി എന്ന് വേണം. കോംപ്രമൈസ് ആണോ വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം? അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ്, അസാമാന്യമായ ക്ഷമയോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് പ്രസക്തമാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹം ആ കാത്തിരിപ്പ് കാത്തിരുന്നിട്ടുണ്ട്. ദയവായി തുടരുക. NM പിയേഴ്സൺ, ഇവിടെ LDF അധികാരത്തിൽ വരും എന്ന് ആരും ഉറപ്പിച്ച് പറയാവുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. അങ്ങനെ ഒരു തോന്നൽ ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോഴും ഉമ്മൻചാണ്ടി, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള നേതാക്കളെ നോക്കിയാൽ ഉമ്മൻചാണ്ടിയും അതിലുണ്ടാകും. ഉമ്മൻചാണ്ടി ഏറ്റവും ഒടുവിൽ ജിജി തോംസനെ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്ന തോന്നലിൽ നിൽക്കുമ്പോഴാണ് ജിജി തോംസനെ തൻ്റെ ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുള്ളത്. എല്ലാ പ്രധാനപ്പെട്ട പദവികളിലും അദ്ദേഹം നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഫണ്ട് റൈസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൂലങ്കഷമായി ചെയ്യേണ്ടതുണ്ടല്ലോ, അത് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് CPM ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രശ്നം ഉണ്ടാകുന്നത് എങ്കിൽ അത് അഭികാമ്യമാണോ? ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ഉപസമിതി ദില്ലിയിൽ ചേർന്ന് സംസ്ഥാനത്ത് തന്നെ തീരുമാനിക്കട്ടെ എന്ന് നിശ്ചയിച്ച് സീതാറാം യെച്ചൂരിയും മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തുന്നത് സംസ്ഥാന സമിതിയെയും സെക്രട്ടേറിയറ്റിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവിടെ തീരുമാനമെടുത്ത് ഇവരെ തന്നെ ഏൽപ്പിച്ച് നിങ്ങളെങ്ങനെയെങ്കിലും ഇതൊന്ന് ഒപ്പിച്ചുകൂട്ടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബോധ്യപ്പെടുത്താനായിരിക്കില്ലേ? അതായത് CPM സംബന്ധിച്ചിടത്തോളം വലിയ ഉറപ്പൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ചു പോവുകയാണെങ്കിൽ മാത്രം ഒരു വിജയം. അതിനുവേണ്ടി പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ കൂടി ബോധ്യപ്പെടുത്തുക. അതാണ് യഥാർത്ഥത്തിൽ ഈ മാർച്ച് 1 ചേരാനിരിക്കുന്ന അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റോട് ഉദ്ദേശിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, 2 മുന്നണികളിൽ ആർക്ക് ഭരണത്തിലേക്ക് വരാൻ കഴിയും എന്നത് അത്ര സുവ്യക്തമായിട്ട് ഒന്നും പറയാൻ പറ്റുന്ന അന്തരീക്ഷത്തിലല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മുന്നണികൾക്കകത്തുള്ള കെട്ടുറപ്പും അതേപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സ്വീകാര്യതയും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്.
അതുകൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ നേതാവാര് എന്നതിനെ സംബന്ധിച്ചിടത്തോളം തർക്കവും ശണ്ടകളും ഉണ്ടാകുകയോ ചെയ്യുന്നത് ഗുണകരമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ പോര് എന്ന് പറയുന്ന ചോദ്യം അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മുതിർന്ന നേതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർ സമൂഹത്തെ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് തങ്ങളുടെ അധികാര ആർത്തിയിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. ആ ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് പെരുമാറാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തില്ല എങ്കിൽ വളരെ കലുഷിതമായിരിക്കുന്ന ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം ലഭിക്കാനുള്ള സാധ്യതയെ അട്ടിമറിക്കും. അവരുടെ ആപ്പിൾ കാർട്ട് മറിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയാണ് ഈ കലഹം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നവർ തിരിച്ചറിയേണ്ടത്. ശ്രീ എൻ പി ചേക്കുട്ടി, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കുറേ അധികം പേർ സ്ഥാനാർത്ഥി കുപ്പായമിട്ട് നടക്കുന്നു, കുറേ അധികം പേർ ഇപ്പോൾ തന്നെ മന്ത്രിമാരായി ചമഞ്ഞു നടക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? ഒരു മണ്ഡലത്തിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. 15 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് എല്ലാവർക്കും മത്സരിക്കുകയും മന്ത്രിമാരാവുകയും ചെയ്യണം എന്ന് തോന്നൽ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നു. CPM-ൽ VS അച്യുതാനന്ദൻ മുതൽ താഴോട്ട് ഇങ്ങോട്ട് വലിയ തോതിൽ പാർലമെൻ്ററി വ്യാമോഹം വർദ്ധിച്ചിട്ടുണ്ടോ? നികേഷ്, നമ്മൾ വസ്തുതാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2006-ലെയോ 2011-ലെയോ ഒരു അന്തരീക്ഷം ഇന്ന് പാർട്ടിക്കകത്തില്ല. അതാണ് വസ്തുത. 2006-ലും 2011-ലും ഉണ്ടായിരുന്ന വളരെ ഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു അന്തരീക്ഷം പാർട്ടിക്കകത്ത് അന്നത്തെ ഔദ്യോഗിക ലീഡർഷിപ്പ് VS-നോട് കാണിച്ച ഏകാധിപത്യപരമായ സമീപനം, അന്നൊക്കെ ഞങ്ങളൊക്കെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ പാർട്ടിയിലേക്കകത്ത് VS അച്യുതാനന്ദൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പൊളിറ്റീഷ്യനായിട്ടാണ് പെരുമാറുന്നത്. അതിന് അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ രാഷ്ട്രീയമായ ഒരു കാരണമുണ്ട്. ആ രാഷ്ട്രീയമായ കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ, VS-ന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഇന്ന് VS-നേക്കാൾ പ്രധാനം പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്, കേരളമാണ് എന്ന ഒരു നിലപാട് എടുക്കുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ ഇത്തരം വ്യക്തിഗതമായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളെ ഒരു പരിധിക്കപ്പുറം ആർക്കും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ഈ ഒരു റിയാലിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. ഇന്നത്തെ കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രിൻസിപ്പിൾസിനോട് കുറെ കൂടി സുതാര്യത പുലർത്തേണ്ട, കമ്മിറ്റ്മെന്റ് പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വരുന്നതാണ്. ഇത് VS-നും അറിയാം, പിണറായി വിജയനും അറിയാം, കോടിയേരിക്കും അറിയാം, യെച്ചൂരിക്കും അറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അതാണ് മുൻകാലങ്ങളിൽ നിന്ന് ഇന്ന് ഉള്ള സിറ്റുവേഷനെ വ്യത്യസ്തമാക്കുന്നത്. അതിനോട് ഇവർ ക്രിയാത്മകമായി പ്രതികരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ MM ലോറൻസ്, ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ എന്ന് വേണം പറയാൻ. ഒന്ന്, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ ഉദാഹരണത്തിന് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ തുടങ്ങിയവർ മത്സരിക്കണോ എന്ന കാര്യം. 2, തൊട്ട് താഴെയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യം. പിന്നെ അങ്ങോട്ട് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം എടുത്തതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യം. അതുപോരാ, മുന്നണി മാറ്റം പോലും ഇനി ആലോചിക്കേണ്ടതുണ്ട്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവിടെ നിന്ന് ഏതാണ്ട് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ചേർക്കണോ എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കേണ്ടതുണ്ട്. മറ്റ് PC ജോർജ്, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയ വ്യക്തി കേന്ദ്രീകൃത പാർട്ടികളുടെ കാര്യത്തിൽ അവർക്ക് അതത് മണ്ഡലങ്ങൾ നൽകണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇത്രയൊക്കെ സമയം മതിയോ? UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കെട്ടുറപ്പുള്ള മുന്നണിയുണ്ട്. 3 പേരും, അതായത് ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും മത്സരിക്കട്ടെ എന്ന് കേന്ദ്രം നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ കാര്യത്തിൽ വലിയ കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ LDF-ൻ്റെ കാര്യത്തിൽ തികച്ചും അവ്യക്തതകളാണ്. ശ്രീ MM ലോറൻസ്, പാർട്ടി വ്യക്തമായി തീരുമാനങ്ങൾ ആവശ്യമായ സന്ദർഭങ്ങളിൽ കൈക്കൊള്ളുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അടുത്ത ഇലക്ഷനിൽ ജയിച്ച് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട.
അത്രമാത്രം UDF തകർന്നിരിക്കുകയാണ്. UDFിലെ ഒരു കക്ഷിക്കകത്തും യോജിപ്പില്ല, കക്ഷികൾ തമ്മിൽ യോജിപ്പില്ല. കേരള കോൺഗ്രസ് പിളരുകയാണ്. ജോസഫ് തെറ്റിപ്പിരിയുന്നു, PC ജോർജ് വേറെ വഴിക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ UDFും LDFും ഒരുപോലെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പക്ഷേ ശ്രീ M. ലോറൻസ്, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളും ഒന്നിച്ച് നേതൃത്വം നൽകട്ടെ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. ഇതുവരെ CPMന് VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒന്നിച്ച് നേതൃത്വം നൽകട്ടെ എന്ന് തീരുമാനിക്കാനായിട്ടില്ല. അവിടെ പോളിറ്റ് ബ്യൂറോ ഇതിനകം ചേർന്നു, അത് കഴിഞ്ഞതിന് ശേഷം പോളിറ്റ് ബ്യൂറോ ഉപസമിതി ചേർന്നു. അവിടെയും തീരുമാനമെടുക്കാൻ കഴിയാതെ ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വരേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്ന ഒരു നിസ്സാരമായ തീരുമാനം പോലും CPMന് എടുക്കാൻ കഴിയുന്നില്ല. അല്ല, കോൺഗ്രസിന് അതെല്ലാം മാർഗമില്ല. 3 പേരും മത്സരിക്കട്ടെ എന്ന് പറഞ്ഞത് വലിയൊരു യോഗ്യതയായിട്ട് കണക്കാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അങ്ങേയറ്റം കുഴപ്പത്തിലായതുകൊണ്ട് മറ്റ് മാർഗമില്ലാത്ത അവസ്ഥയിൽ എടുത്തൊരു തീരുമാനം മാത്രമാണെന്ന് കാണാൻ അത്ര അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. CPIMനെ സംബന്ധിച്ചിടത്തോളം ആര് നയിക്കണം, ആര് മുഖ്യമന്ത്രിയാവണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഇലക്ഷന് ശേഷമുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ അതേപ്പറ്റി ഒരു തീരുമാനം കൈക്കൊണ്ടിട്ട് ഒരാളെ പിടിച്ച് മുൻനിർത്തി അദ്ദേഹമാണ് നയിക്കാൻ പോകുന്നതെന്ന് പറയുന്ന സമ്പ്രദായം ഒരിക്കലും പാർട്ടി സ്വീകരിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതാണ്. ദയവായി ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം VM സുധീരനും രമേശ് ചെന്നിത്തലയും മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് സാമുദായിക സന്തുലനം പോലും പാലിക്കേണ്ടതുകൊണ്ടാണ് അങ്ങനെ 3 പേരും ഒന്നിച്ച് മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരിക്കട്ടെ എന്നാണ് പാർട്ടി തീരുമാനിക്കുന്നത് എങ്കിൽ അതൊരു പ്രശ്നം തീർക്കാനുള്ള ഏർപ്പാടാണ് എന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് എന്നും പൊതുസമൂഹം കരുതും. പിണറായിയും VSും മത്സരിക്കുമ്പോൾ CPMൻ്റെ മുന്നിൽ LDFൻ്റെ മുന്നിൽ ഒരു ബാധ്യതയില്ലേ? ഇവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ജനങ്ങളോട് പറയാനുള്ള? അതല്ലാതെ VS അച്യുതാനന്ദൻ്റെ പോപ്പുലാരിറ്റി ഉപയോഗിക്കണം, പക്ഷേ പാർട്ടി ആഗ്രഹിക്കുന്നത് പിണറായി വിജയനെയാണ് മുഖ്യമന്ത്രിയാക്കുക, അല്ലെങ്കിൽ പാർട്ടി ആഗ്രഹിക്കുന്നത് പാർലമെൻ്ററി പാർട്ടി നേതാവായി പിണറായി വിജയനെയാണ് എന്നുള്ള ഒരു കപടമുഖം ജനങ്ങൾക്ക് നൽകുന്നതാണോ നല്ലത്? VSൻ്റെ കാലം കഴിഞ്ഞു. VS ഒരു 2 തവണ പ്രതിപക്ഷ നേതാവായി, 1 തവണ മുഖ്യമന്ത്രിയായി. ഇനി VS മാറി നിൽക്കുകയോ അല്ലെങ്കിൽ തൽക്കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ചെയ്യുന്നു, പക്ഷേ പിണറായി വിജയനായിരിക്കും എന്ന് പറയാനുള്ള ഇച്ഛാശക്തി CPM കാണിക്കേണ്ടതല്ലേ? നികേഷിൻ്റെ ഒരു ഡബിൾ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലേക്ക് പോകുമ്പോൾ അത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ്. സാമുദായികമായിട്ടുള്ള ഒരു സന്തുലനം അതിനകത്ത് സാധിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ലക്ഷ്യപൂർത്തീകരണത്തിനും വേണ്ട രീതിയിൽ അത് ബാലൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ CPM ശ്രീ പിണറായി വിജയനെയും ശ്രീ VS അച്യുതാനന്ദനെയും മത്സരിപ്പിക്കുകയാണെങ്കിൽ പൊതുസമൂഹം അതിനെ വെറും അധികാരത്തിൻ്റെ മേലുള്ള ഒരു കോംപ്രമൈസ് ആയിട്ട് മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഇരട്ട ലോജിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ അതികഠിനമായിട്ടുള്ള അധികാര വടംവലി നടക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന് ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ്, അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ ഒരു കറപ്ഷനെ മറികടക്കത്തക്ക വിധത്തിലുള്ള ഒരു സംശുദ്ധമായിട്ടുള്ള ഒരു മുഖം ആവശ്യമുള്ള എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ശ്രീ സുധീരനോട് മത്സരിക്കാൻ, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലേക്ക് വരാൻ പറയുന്നത്. ഈ 3 പേരെയും നിലനിർത്തിക്കൊണ്ട് ഇലക്ഷന് പോവുക എന്ന് പറയുന്നത് വലിയൊരു പൊളിറ്റിക്കൽ ഗാമ്പിളാണ് UDF എടുത്തിരിക്കുന്നത്. അവിടെയും ഇതേ പ്രശ്നം ഉണ്ടാകും. ഇവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് അധികാരത്തേക്ക് വന്നില്ലെങ്കിൽ? അതേസമയം ഇപ്പുറത്ത് അങ്ങനെ ഒരു ബാലൻസിങ് ആക്ടിലേക്ക് LDF പോവുകയാണെങ്കിൽ അത് പൊതുസമൂഹം മറ്റൊരു രീതിയിൽ കാണും എന്ന് ഞാൻ ധരിക്കുന്നില്ല. ഞാൻ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. നമുക്കറിയാം എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ആണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൽ ഭരണ തുടർച്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് തർക്കമാണുള്ളത്? നമ്മൾ ഭരണ നേട്ടം പറഞ്ഞിട്ടാണ് വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഭരണ തുടർച്ചയുടെ അവകാശം ഉമ്മൻചാണ്ടിക്കാണ്. ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തേക്കുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ
ഇടതുപക്ഷത്താവുമ്പോഴോ പിണറായി വിജയൻ എന്ന് പറയുന്ന പൊളിറ്റ് ബ്യൂറോ അംഗവും വി എസ് അച്യുതാനന്ദൻ എന്ന ഇപ്പോഴത്തെ പാർലമെൻ്ററി പാർട്ടി നേതാവും കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രിയും മത്സരിക്കുമ്പോൾ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് പിണറായി വിജയനെ ആണെങ്കിൽ തന്നെയും പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനം തുടർച്ചയായി 4-ാം വട്ടം കൈകാര്യം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വി എസ് അച്യുതാനന്ദനെയാണ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണുന്നത്. മറ്റതിൽ ഒരു അവ്യക്തതയില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ, ഭരണ തുടർച്ചയാണെങ്കിൽ. ഇവിടെയാണെങ്കിൽ അവ്യക്തതയുണ്ട്. അങ്ങനെയല്ല ഞാൻ കരുതുന്നത്. കാരണം നികേഷിൻ്റെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് ഞാൻ വരാം. ഈ കളക്റ്റീവ് ലീഡർഷിപ്പിലൂടെ UDF അധികാരത്തിൽ വന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും സുധീരനും ആർഗ്യൂ ചെയ്യാവുന്ന ഒരു സംഗതി, നമ്മൾ തോറ്റുപോകേണ്ടതായിരുന്നു ഒരാളുടെ നേതൃത്വത്തിലായിരുന്നു എങ്കിൽ. കാരണം അത് അങ്ങേയറ്റം കളങ്കിതമായിട്ടുള്ള പശ്ചാത്തലമുള്ള ഒരു നേതാവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് നിന്ന് ഒരു ഭരണ തുടർച്ചയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ സാന്നിധ്യമാണ് എന്ന് ഇവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെടാൻ സാധിക്കും. കോൺഗ്രസിലാണോ അധികാരത്തിൻ്റെ സ്റ്റേക്കിന് വേണ്ടി വാദങ്ങൾക്ക് പഞ്ഞം, നികേഷ്? അതുകൊണ്ട് അത് അത്രത്തോളം ലളിതമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല, അത്രത്തോളം അനുഭാവപൂർവ്വം അത് കാണേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഇവിടെ ഈ ശ്രീ പിയേഴ്സൺ സൂചിപ്പിച്ച ഒരു സംഗതി നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. കാരണം ഈ പാർലമെൻ്ററി വ്യാമോഹം എന്നുള്ളത് നമ്മൾ ഈ CPM രാഷ്ട്രീയത്തിൽ നന്നായിട്ട് ഗ്രസിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീതിയെങ്കിലും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 15 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരാളാണ് ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് തീർച്ചയായും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം പ്രതീകാത്മക മൂല്യമുള്ള, ആ വാക്ക് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു, പ്രതീകാത്മക മൂല്യമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അതിൻ്റെ പ്രായോഗിക മൂല്യത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് വലിയൊരു പ്രതീകാത്മക മൂല്യമുണ്ട്. ആ മൂല്യത്തെ കാത്തു രക്ഷിച്ചു, അദ്ദേഹം സ്വയം സംരക്ഷിച്ചുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർലമെൻ്ററി വ്യാമോഹത്തിന് അപ്പുറത്തേക്ക് പോയത് കൊണ്ട് ഞാൻ ഈ ഇടതുപക്ഷ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കും, പക്ഷേ പാർലമെൻ്ററി രംഗത്തേക്ക് വേറെ ഒരു ശബ്ദമുണ്ടാകട്ടെ, വേറൊരു സാന്നിധ്യമുണ്ടാകട്ടെ എന്ന് തീരുമാനിക്കാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതിയിലേക്ക് ശ്രീ VS വരേണ്ടതുണ്ട് എന്നുള്ള. എന്തുകൊണ്ട് VS അച്യുതാനന്ദൻ പിണറായി വിജയന്റെ കൈപിടിച്ചുയർത്തി പിണറായി നയിക്കും എന്ന് പറയുന്നില്ല എന്നാണ് ശ്രീ B ഉണ്ണികൃഷ്ണന്റെ ചോദ്യം. ബീഹാറിൽ BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിതീഷ് കുമാറിൻ്റെ പിന്നിൽ ലാലു പ്രസാദ് യാദവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ലാലു പ്രസാദ് യാദവിന് ഭാര്യയെ നിർത്താം, മകനെ കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ ആ സാധ്യത വേണമെങ്കിൽ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയം കളിക്കാനാകുമായിരുന്നു. ഇവിടെ VS അച്യുതാനന്ദൻ ആ നിലയിലേക്ക് വരാത്തത് പിണറായിയോടുള്ള കൊടും പക കൊണ്ട് മാത്രമാണോ? എനിക്ക് തോന്നുന്നില്ല. VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു ഇടങ്കോലിടൽ സമീപനം എടുത്തിട്ടില്ല. എടുക്കാത്തൊരു കാര്യത്തിന് VS അച്യുതാനന്ദനെ കുറ്റം പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം നേരത്തെ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവായിരിക്കെ പാർട്ടി അണികളുടെയും പാർട്ടിയിലെ ജനങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും ഒരു ഒരൊറ്റ ചോയ്സ് ആയിരുന്ന സമയത്താണ് അദ്ദേഹം പോരാടിയത്. മാത്രമല്ല അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾ ഇറങ്ങിയിരുന്നു. 2006-ലും 2011-ലും കേരളത്തിലെ സാധാരണ ജനങ്ങളാണ് VSന് വേണ്ടി ഈ പോരാട്ട രംഗത്ത് ഇറങ്ങിയത്. ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി ഒരു പുതിയ ലീഡർഷിപ്പിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, പാർട്ടി ഒരു യങ്ങർ ലീഡർഷിപ്പിൽ പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ VS അച്യുതാനന്ദൻ അതിനെതിരായിട്ട് നിൽക്കും. അദ്ദേഹം ഒരു ഇടങ്കോലിടലോ ഒരു ഇടന്തടിക്കാരനോ ആയിട്ട് നിൽക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. VSന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം സ്വന്തം വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ് മുന്നിൽ വെച്ചത്. ഇത് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബോധ്യമായിട്ടില്ല. 2006-ലെയും 2011-ലെയും രാഷ്ട്രീയ പോരാട്ടങ്ങളായിരുന്നു. ആ പോരാട്ടങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ ശക്തമായിട്ട് നിലനിർത്തിയത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശ്രീ രഞ്ജി പണിക്കർ, നമ്മളൊന്നും അറിയാത്തവരെ പോലെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. SNC ലാവ്ലിൻ കേസ് VS അച്യുതാനന്ദൻ്റെ സംഭാവനയാണ്. പിണറായി വിജയനെ എവിടെയൊക്കെ വീഴ്ത്താമോ അവിടെയൊക്കെ വീഴ്ത്താൻ VS അച്യുതാനന്ദൻ ശ്രമിച്ചിട്ടുണ്ട്. VSനെ ഭരിക്കാൻ വിട്ടിട്ടില്ല പിണറായി വിജയനും സംഘവും. നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഏതാണ്ട് കുറഞ്ഞത് 3 തവണയെങ്കിലും VS അച്യുതാനന്ദനെ പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് കത്തയച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ താങ്കൾ സൂചിപ്പിച്ചത് തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദനെ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു. ഈ പക ഒരു ദിവസം കൊണ്ട് അവസാനിക്കും. ഈ കുടിപ്പക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുടിപ്പക ഒരു ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതാൻ കഴിയില്ലല്ലോ. VS അച്യുതാനന്ദനെക്കുറിച്ച് നമുക്ക് വലിയ മതിപ്പ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ക്ഷമയാണ്. ശത്രുവിനെ കൃത്യസ്ഥലത്ത്
താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തോടു കൂടി കിട്ടുന്നത് വരെ കാത്തിരിക്കാനുള്ള അസാമാന്യമായ ശേഷി, ആ ശേഷിയുള്ള ഒരാൾ കാത്തിരിക്കുകയാണെന്ന് മാത്രം നമ്മൾ ഈ മൗനത്തെ കണ്ടാൽ പോരെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയും ശ്രീ എൻ പി ചേക്കുട്ടി പറയുന്നത് വളരെ നിഷ്കളങ്കമായി ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും എന്ന് കരുതാമോ? അല്ലാതെ ചേക്കുട്ടി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായ പ്രകടനമൊന്നും നടത്തുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു VS അച്യുതാനന്ദനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സംസ്ഥാന കോൺഗ്രസിന്റെ പുറകോട്ട് നമ്മൾ പോയാൽ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കൃത്യം ദിവസം TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോകുന്നതിന് അദ്ദേഹം തെരഞ്ഞെടുത്തതിന്റെ സന്ദേശം എന്തായിരുന്നു? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞാനതാണ് പറഞ്ഞത്. അവസാന നിമിഷം ഒരു അത്ഭുതവുമായി അല്ലെങ്കിൽ ആളുകളെ അതിശയിപ്പിക്കുന്ന ഒരു നീക്കവുമായി അച്യുതാനന്ദൻ രംഗത്ത് വരും എന്ന് മുൻകാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ ദുരൂഹതകളെല്ലാം നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ഇഷ്യൂവിലേക്ക് അത് പാർട്ടിക്ക് അതിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ അപകടപ്പെടുത്തുന്ന തരത്തിൽ ആ ഇഷ്യൂവിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയും സ്ട്രാറ്റജിക്കായിട്ടുള്ള ബുദ്ധിയും CPM-ലെ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നതാണ് സത്യത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യം. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന നമ്മൾ പുറത്ത് കാണുന്നതെല്ലാം വളരെ ഗംഭീരമായ അല്ലെങ്കിൽ വളരെ ശാശ്വതമായ ഒരു സമവായമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നിങ്ങൾ നികേഷ് പറഞ്ഞതുപോലെ കാലാകാലങ്ങളിൽ പരസ്പരം കൃത്യമായ സന്ദർഭങ്ങളിൽ ആക്രമിക്കാനുള്ള ഒരു ത്വര ഈ പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങൾക്കും അതിന്റെ നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് ആര് നിഷേധിച്ചാലും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വാസ്തവങ്ങൾ തന്നെയാണ്. അപ്പൊ അത് സംഭവിക്കാതിരിക്കുക CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പിന്, കാരണം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, BJP ശക്തിപ്പെട്ടിരിക്കുന്നു, സാമുദായികമായ നിലപാടുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പിനെ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് ഈ ചെറിയ കാര്യങ്ങളുടെ അപകടങ്ങളിൽ തട്ടി അതിന്റെ നിലനിൽപ്പ് അപായപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. ശ്രീ MM ലോറൻസ്, പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി വാഴിക്കില്ല എന്ന വാശി VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും താങ്കളോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ മുഖ്യമന്ത്രി ആരാവുന്നുള്ള പ്രശ്നം ഇപ്പോൾ ഉത്ഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞ കാര്യമാണത്. ഇലക്ഷന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPI-ഉം ചർച്ച ചെയ്യും. അപ്പോഴേ ഈ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റി ഒരു തർക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കൊള്ളാം ആളുകളുടെ എന്നതിൽ കവിഞ്ഞ് ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. യാഥാർത്ഥ്യം ഇതാണ്. അതുമേ പിന്നെയും ചോദ്യം ചോദിച്ചു തർക്കം ഉണ്ടാക്കാൻ നോക്കുന്നത് എന്താ അടിസ്ഥാനം എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ചാനലുകാർക്ക് ഇതിൻ്റെ ഒരു താല്പര്യം ഉണ്ടാവാം, ആളുകൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യമുള്ള ആളുകളും ഉണ്ടാവാം. അതിന് കവിഞ്ഞ് ഒരു പ്രാധാന്യം ഞാൻ ഇതിൽ കാണുന്നില്ല. പക്ഷേ NP ചേക്കുട്ടി, അങ്ങനെ ഒരു വികാരം പുലർത്തുന്നവർ പിണറായി വിജയനെ ശത്രുക്കളായുണ്ട്. പിണറായി വിജയന്റെ ആ ശത്രുക്കൾ കാണപ്പെട്ട ദൈവമായി കാണുന്നത് VS അച്യുതാനന്ദനെയാണ്. അപ്പോൾ ആ പിണറായി വിജയന്റെ ശത്രുക്കളുടെ വികാരം തന്നെ VS-ഉം കൊണ്ടു നടക്കുന്നുണ്ടെന്ന് വേണമോ കരുതാൻ? അങ്ങനെയുള്ള ആ ഒരു പിണറായി വിജയൻ വേഴ്സസ് VS അച്യുതാനന്ദനുള്ള ദ്വന്ദ്വം യഥാർത്ഥത്തിൽ നമ്മൾ ഓവർ പ്ലേ ചെയ്യാണ്. കാരണം പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് VS അച്യുതാനന്ദൻ. പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലെ എന്തെങ്കിലും രംഗത്തെത്തുന്നതിന് എത്രയോ കാലം മുമ്പ് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വലിയ തോതിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് പിണറായി വിജയനോടുള്ള വൈരാഗ്യമാണ് VS-ന്റെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്രപരമായി വസ്തുതാപരമല്ല. പക്ഷേ ഈ രണ്ടുപേരും തമ്മിൽ 2004 മലപ്പുറം കോൺഫറൻസിന് ശേഷമുള്ള കാലത്ത് ശക്തമായിട്ടുള്ള ഭിന്നതകൾ ഉണ്ടായിരുന്നു. ആ ഭിന്നതകൾക്ക് കാരണമായിട്ടുള്ള പലതിൽ ഒരു കാരണം അന്നത്തെ ഒഫീഷ്യൽ ലീഡർഷിപ്പ് എടുത്ത നിലപാടുകളുടെ തെറ്റാണ്.
പക്ഷേ VS അച്യുതാനന്ദൻ അതിനോട് ഒരുപക്ഷെ ഓവർ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞു TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ അദ്ദേഹം പോയ സാഹചര്യം. TP ചന്ദ്രശേഖരനെ പോലെയുള്ള ആളെ കൊന്നതാര്, എന്താണ് അതിന് പിന്നിലുള്ളത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോയ സാഹചര്യം നമുക്ക് വ്യക്തമാവും. പക്ഷെ ആ സാഹചര്യമൊക്കെ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്, ഇന്ന് നിലനിൽക്കില്ല. പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവർ തമ്മിലുള്ള വ്യക്തിഗതമായ പിണക്കങ്ങളായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. വസ്തുതാപരമല്ല, മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത് പ്രയോജനം ഉണ്ടാകുന്ന കാര്യമല്ല. വ്യക്തമാണ്. ഷിബി ഉണ്ണികൃഷ്ണൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ എൻ പി ചേക്കുട്ടി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യം. അതായത് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള ശത്രുത അത് ഇനിയും തുടരുകയാണെങ്കിൽ തന്നെയും സമൂഹത്തിൻ്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ, വോട്ടർമാരുടെ മുന്നിൽ പ്രസക്തമാവുകയുള്ളൂ. SNC ലാവലിംഗ് കേസ് ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിലൂടെ ഈ വ്യക്തിപരമായ ശത്രുത അപ്രസക്തമാവുകയും അതിനി ഉണ്ട് എങ്കിൽ തന്നെയും അത് ജനം സ്വീകരിക്കാത്ത അജണ്ടയായി മാറുകയും ചെയ്യും എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലൊരു വലിയ ആശ്വാസമായി കാണേണ്ടതുണ്ട് എന്നുള്ളത് ശ്രീ ചേക്കുട്ടിയുടെ വാദം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അതല്ലേ നമ്മൾ ആദ്യമേ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത്. കാരണം നമ്മൾ നിരന്തരം വ്യക്തി കേന്ദ്രിതമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ന്യൂനീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന വലിയ കൂറ്റൻ വെല്ലുവിളികൾ ഒരുപാടുണ്ട്. അത് നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. UDF ഗവൺമെൻറ് തുടർച്ചയായിട്ട് കേരള സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ഏതാണ്ട് അടച്ച് പൂട്ടേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ വെൽഫെയർ തുടങ്ങിയ സോഷ്യൽ വെൽഫെയർ സ്കീമുകൾക്ക് പണം ഏതാണ്ട് നിന്നുപോകുന്ന ഒരവസ്ഥയിൽ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കും ലഗാനുമില്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മാത്രം നിർവചിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും പൊതുസമൂഹത്തിനും സാമാന്യ ജനങ്ങൾക്കും മുമ്പിൽ ഇന്ന് തെളിമയോടെ നിൽക്കുന്നത്. അതിനെ കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കുടിപ്പകയിലേക്ക് ന്യൂനീകരിക്കുക വഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോ ഈ നേതാക്കൾക്കോ നമുക്കോ മാധ്യമ സമൂഹത്തിനോ ഒന്നും ഒരു ഗുണവും ഉണ്ടാവില്ല എന്നതിൽ ഞാൻ പൂർണ്ണമായും ആ വാദത്തോട് യോജിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ഒപ്പം തന്നെ NM പിയേഴ്സൺ, NP ചേക്കുട്ടി, MM ലോറൻസ്, രഞ്ജി പണിക്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അല്പസമയത്തിനകം എഡിറ്റേഴ്സ് അവരുടെ വിളക്ക് ശേഷം.